നമസ്കാരം. 2014 റിപ്പോർട്ടർ ജനനായക പുരസ്കാര പ്രഖ്യാപനത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ സാമൂഹിക രംഗത്ത് ചലനങ്ങൾ സൃഷ്ടിക്കുന്ന ജനനായകനെയും ജനകീയ പ്രശ്നങ്ങളിൽ മികവ് കാണിക്കുന്ന ജനപ്രതിനിധികളെയുമാണ് ജനനായക പുരസ്കാരത്തിലൂടെ കണ്ടെത്തുന്നത്. ഒപ്പം രാഷ്ട്രീയത്തിന് പുറത്ത് സാമൂഹിക സേവനത്തിൻ്റെ പുതുവഴി തുറന്നവരെയും റിപ്പോർട്ടർ ആദരിക്കുകയാണ്. റിപ്പോർട്ടർ ജനനായക പുരസ്കാരങ്ങളുടെ ലക്ഷ്യവും തെരഞ്ഞെടുപ്പ് രീതിയും. 1,00,000 സാമൂഹിക പ്രതിബദ്ധതയുള്ള പുതിയ നേതൃത്വത്തെ വളർത്തിയെടുക്കാൻ റിപ്പോർട്ടർ TV തുടക്കമിട്ട ഉദ്യമമാണ് റിപ്പോർട്ടർ ജനനായക പുരസ്കാരം. സമകാലിക രാഷ്ട്രീയത്തിൽ അഭിപ്രായ രൂപീകരണത്തിൽ മുന്നിൽ നിൽക്കുന്ന നായകനെയും സേവനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജനപ്രതിനിധികളെയും ഈ പുരസ്കാരത്തിലൂടെ ആദരിക്കുന്നു. കേരളത്തിലും വിദേശത്തുമുള്ള മലയാളികൾ SMS-ലൂടെയും സാമൂഹിക മാധ്യമങ്ങൾ വഴിയുള്ള വോട്ടെടുപ്പിലൂടെയും മുന്നിലെത്തിച്ചവരുടെ പട്ടികയിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത് സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലെ ചിരപരിചിതരും. കഴിഞ്ഞ വർഷം CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ അടക്കമുള്ളവരായിരുന്നു ജനനായക പുരസ്കാരത്തിന് അർഹരായത്. പുരസ്കാരങ്ങളാണ് പൊതുപ്രവർത്തകനെ വിലയിരുത്താനുള്ള ആത്യന്തികമായ മാനദണ്ഡം എന്നും ഞാൻ കരുതുന്നില്ല. പ്രചരണങ്ങളെയൊക്കെ വകഞ്ഞു മാറ്റി നമ്മുടെ സമൂഹത്തിലെ വലിയൊരു വിഭാഗം സത്യം കണ്ടെത്തുന്നു എന്ന കാര്യം നാം മറക്കരുത്. എക്കാലത്തെയും മികച്ച മുഖ്യമന്ത്രി, മികച്ച മന്ത്രി, മികച്ച MLA എന്നിവർക്ക് പുറമെ പാർലമെന്ററി പ്രവർത്തനത്തിന് പുറത്തുള്ള ജനനായകനെയും ഇക്കുറി തെരഞ്ഞെടുക്കുന്നു. കൂടാതെ സാമൂഹിക സേവന രംഗത്തെ മികവിന് 5 പുരസ്കാരങ്ങളും. 1,00,000 ആളുകൾ പങ്കെടുത്ത വോട്ടെടുപ്പിൽ മുന്നിലെത്തിയവരിൽ നിന്ന് മികച്ച ജനനായകനെയും ജനപ്രതിനിധികളെയും തെരഞ്ഞെടുത്ത് വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരുടെ സമിതിയാണ്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, മുൻ ചീഫ് സെക്രട്ടറി CP നായർ, ആസൂത്രണ കമ്മീഷൻ അംഗം G വിജയരാഘവൻ, പ്രശസ്ത മാധ്യമ പ്രവർത്തകനും പ്രസ് അക്കാദമി മുൻ ചെയർമാനുമായ NP രാജേന്ദ്രൻ എന്നിവരായിരുന്നു സമിതി അംഗങ്ങൾ. പുരസ്കാരങ്ങളെ വിലയിരുത്താൻ CP നായർ ജൂറി അംഗം, N മാധവൻകുട്ടി, മാധ്യമപ്രവർത്തകൻ KV തോമസ്, മുൻ കേന്ദ്രമന്ത്രി അഡ്വക്കേറ്റ് ജയശങ്കർ, NP ചേക്കുട്ടി എന്നിവരാണ് സ്റ്റുഡിയോയിലുള്ളത്. ഇനി ആദ്യ പുരസ്കാരത്തിലേക്ക്. കേരളത്തിലെ എക്കാലത്തെയും മികച്ച മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ് ആദ്യം. റിപ്പോർട്ട് നടത്തിയ വോട്ടെടുപ്പിൽ മുന്നിലെത്തിയത് 4 പേരാണ്. ഐക്യ കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്, K കരുണാകരൻ, C അച്യുതമേനോൻ, EK നായനാർ എന്നിവർ. ഇവരിൽ നിന്ന് പ്രേക്ഷകരും വിദഗ്ധ സമിതിയും തെരഞ്ഞെടുത്ത കേരളത്തിലെ എക്കാലത്തെയും മികച്ച മുഖ്യമന്ത്രി C അച്യുതമേനോൻ. ഇന്ത്യയിൽ ആദ്യമായി കാലാവധി പൂർത്തിയാക്കിയ ഒരു കൂട്ടുകക്ഷി സർക്കാരിൻ്റെ നായകൻ എന്ന ചരിത്രം C അച്യുതമേനോൻ്റെ പേരിലാണ്. ഒരു ബഹുകക്ഷി മന്ത്രിസഭ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് രാജ്യത്തെ പഠിപ്പിച്ച രാഷ്ട്രീയാചാര്യൻ. ഒളിവ് ജീവിതം നയിക്കുമ്പോഴായിരുന്നു ആദ്യ തെരഞ്ഞെടുപ്പ് വിജയം. പിന്നീട് 1957 ആദ്യ കേരള മന്ത്രിസഭയിൽ ധനവകുപ്പ് മന്ത്രിയായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിളർപ്പിനെ തുടർന്ന് CPIയിൽ നിലയുറപ്പിച്ച അച്യുതമേനോൻ 1969 ആദ്യമായി മുഖ്യമന്ത്രിയാകുന്നത്. 1970 വീണ്ടും മുഖ്യമന്ത്രിയായതോടെ കേരളത്തിൽ തുടർച്ചയായി 2 തവണ മുഖ്യമന്ത്രിയാകുന്ന വ്യക്തി എന്ന ചരിത്രവും അച്യുതമേനോൻ്റെ പേരിൽ എഴുതപ്പെട്ടു. മുഖ്യമന്ത്രി എന്ന നിലയിൽ അച്യുതമേനോൻ്റെ ദീർഘവീക്ഷണത്തിൽ നിന്ന് കേരളത്തിൻ്റെ അഭിമാന സ്തംഭമായ നിരവധി സ്ഥാപനങ്ങൾ ഉയർന്നു. കൊച്ചിൻ സർവകലാശാല, ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്, സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്, ഭൗമശാസ്ത്ര പഠന കേന്ദ്രം തുടങ്ങി പഠന ഗവേഷണ രംഗത്ത് കേരളം അഭിമാനം കൊള്ളുന്ന സ്ഥാപനങ്ങൾ C അച്യുതമേനോൻ എന്ന മുഖ്യമന്ത്രിയുടെ സംഭാവനകളാണ്. സ്വകാര്യ വനഭൂമി ഏറ്റെടുക്കലടക്കമുള്ള ധീരമായ പല നടപടികളും അച്യുതമേനോൻ സർക്കാർ സ്വീകരിച്ചു. കാർഷിക തൊഴിൽ നിയമം, വ്യവസായ മേഖലയിലെ തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റി എന്നീ പരിഷ്കാരങ്ങൾ അച്യുതമേനോൻ എന്ന ഭരണാധികാരിയുടെ സംഭാവനകളാണ്. കേരളത്തിന് ആദ്യമായി ഒരു ശാസ്ത്ര നയം രൂപപ്പെടുന്നത് അച്യുതമേനോൻ്റെ ഭരണകാലത്താണ്. കെൽട്രോൺ, നാറ്റ്പാക് തുടങ്ങി സംരംഭങ്ങൾക്കും അച്യുതമേനോൻ സർക്കാർ തുടക്കമിട്ടു. കേരളം കണ്ട മികവുറ്റ എഴുത്തുകാരിലൊരാൾ കൂടിയായിരുന്നു അച്യുതമേനോൻ എന്ന നിസ്വാർത്ഥനായ ജനസേവകൻ. ശ്രീ CP നായർ, അടിയന്തരാവസ്ഥയുടെ കറയുള്ള മുഖ്യമന്ത്രി
എന്ന് അച്യുതമേനോനെ വിശേഷിപ്പിക്കാവുന്നതാണ്. എന്നിട്ടും അച്യുതമേനോനിലേക്ക് ജൂറി എത്തിയതെങ്ങനെ? ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അടിസ്ഥാനപരമായി പരിഗണിച്ചത്. വികസനം ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡമായി കണക്കാക്കാമെങ്കിൽ യാതൊരു സംശയവുമില്ല അച്യുതമേനോൻ തന്നെയാണ് ഏറ്റവും പ്രഗത്ഭനായ മുഖ്യമന്ത്രി. ആദ്യമായി ഒരു ഇലക്ട്രോണിക് റെവല്യൂഷന് ആരംഭമിട്ട അച്യുതമേനോനാണ്. പ്രഗത്ഭനായ KPP നമ്പ്യാരെ ക്ഷണത്തിൽ കൊണ്ടുവന്ന് കെൽട്രോൺ ആരംഭിച്ചു. പിന്നെ സാമ്പത്തിക രാഷ്ട്രമീമാംസ തലങ്ങളിൽ ഏറ്റവും സമുന്നതമായ രീതിയിൽ ചിന്തിക്കത്തക്ക രീതിയിലുള്ള സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് എന്ന് ഇന്ന് ദേശീയ തലത്തിൽ തന്നെ അംഗീകാരവും പ്രശംസയും നേടിയിട്ടുള്ള സ്ഥാപനം ആരംഭിച്ചു. അതിൻ്റെ അധ്യക്ഷനായി പ്രഗത്ഭനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ KN രാജനെ കൊണ്ടുവന്നു. പിന്നീട് ഗുലാത്തി വന്നു, ഡോക്ടർ കൃഷ്ണൻ വന്നു. പിന്നെ ശ്രീ തിരുനാൾ സെൻറ്റർ ഫോർ ഹെൽത്ത് സ്റ്റഡീസ് വളരെ പ്രഗത്ഭമായ വളരെ പ്രസിദ്ധമായ ഒരു സ്ഥാപനമാണ്. സെൻറ്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, കൊച്ചി സർവകലാശാല, സാങ്കേതിക ശാസ്ത്ര സർവകലാശാല, ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് അദ്ദേഹത്തിനുള്ളതാണ്. സർവോപരി അസാമാന്യമായ നയതന്ത്രജ്ഞയും പക്വതയും രാഷ്ട്രീയ യാഥാർത്ഥ്യബോധവും പ്രകടിപ്പിച്ചു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു കൂട്ടുകക്ഷി ഗവൺമെൻറ്റിനെ 7 വർഷം ഏറെക്കുറെ അഭംഗുരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വളരെ എൻ്റെ ദൃഷ്ടിയിൽ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ വളരെ മൈനറായിട്ടുള്ള ഒരു ന്യൂനതയാണ് അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹം ഒരു കീഴ്വഴങ്ങി എന്നുള്ളത്. മറ്റെന്താണ് അദ്ദേഹത്തിന് കരണീയമായിട്ടുള്ളത് എന്ന് നമ്മൾ ചോദിക്കണം. അച്യുതമേനോൻ ഇട്ടെറിഞ്ഞിട്ട് വനവാസം സ്വീകരിക്കണമായിരുന്നു. ആ അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന പരിമിതികൾക്കും പാരതന്ത്ര്യങ്ങൾക്കും വിധേയമായിട്ട് തന്നെ കേരളമായിരുന്നു അദ്ദേഹത്തിന് അടിസ്ഥാനപരമായ പരിഗണന. കേരളത്തിൻ്റെ ഭാവി, കേരളത്തിൻ്റെ വികസനം ഇത്രയേറെ ഫ്യൂച്ചർ ലുക്കിംഗ്, ഇത്രയേറെ ക്രാന്തദർശിയായ ഒരു മുഖ്യമന്ത്രി നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ പരിമിതികൾക്ക് വിധേയമായി തന്നെ എന്തെല്ലാം ചെയ്യാം ഈ സംസ്ഥാനത്തിന് വേണ്ടി എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനപരമായ പരിഗണന. പിന്നെ ഇവിടെ അടിയന്തരാവസ്ഥ കാലം പറഞ്ഞു, ഇന്ദിരാഗാന്ധിയുടെ അടുത്ത് ശ്രീ കരുണാകരനെ ഒഴിച്ചു നിർത്തിയാൽ ഇത്രയേറെ സ്വാധീനമുണ്ടായിരുന്ന മറ്റു മുഖ്യമന്ത്രിയില്ല. അദ്ദേഹം ഇന്ദിരാജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ശ്രീ ഹക്സറിൻ്റെ ഏറ്റവും കൂടുതൽ സുഹൃത്തായിരുന്നു. ഹക്സർ വഴിയായിരുന്നു പല കാര്യങ്ങളും അദ്ദേഹം ഇന്ദിരാഗാന്ധിയോട് സാധിച്ചിരുന്നത്. അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്തെ പാരതന്ത്ര്യങ്ങളൊക്കെ അതിനൊക്കെ വിധേയമായി തന്നെ കേരളം എങ്ങനെ പരമാവധി ഭംഗിയായി വികസനത്തെ സംബന്ധിച്ചിടത്തോളം മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് ചിന്തിക്കുകയും വിഭാവനം ചെയ്യുകയും സാധിച്ചെടുക്കുകയും ചെയ്ത മഹാനായ മുഖ്യമന്ത്രിയായിരുന്നു അച്യുതമേനോൻ. ശ്രീ എൻ മാധവൻകുട്ടി, കേരളത്തിൻ്റെ വികസനത്തിൽ ഏറ്റവും ചടുലമായ നേതൃത്വം സി അച്യുതമേനോനായിരുന്നു എന്നതാണ് വിലയിരുത്തൽ. നികേഷ്, ഇവിടെ ഈ സഖാവ് അച്യുതമേനോനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല. സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിൽ, വിദഗ്ധന്മാരെ കണ്ടെത്തി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ തുടങ്ങിയ നിരവധി കാര്യങ്ങളിൽ. പക്ഷേ ഇവിടെ നമ്മൾ കേരളത്തിലെ ഏറ്റവും നല്ല മുഖ്യമന്ത്രിയെയാണ് താങ്കളുടെ ചാനൽ കണ്ടെത്താൻ ശ്രമിച്ചത്. പക്ഷേ ഒരിക്കലും മുഖ്യമന്ത്രിയായി അച്യുതമേനോൻ പ്രവർത്തിച്ചിട്ടില്ല. ഒരു ജനാധിപത്യത്തിൽ, രാഷ്ട്രീയ തിരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ, രാഷ്ട്രീയ ജനാധിപത്യത്തിൽ, ഒരു പൊളിറ്റിക്കൽ ഡെമോക്രസിയിൽ അടിസ്ഥാനപരമായി ഒരു നായകൻ്റെ ദൗത്യം, മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് ആദ്യം വേണ്ടത് ആജ്ഞാശക്തിയാണ്, അതോറിറ്റിയാണ്. മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് താനാണ് മുഖ്യമന്ത്രി എന്ന് ജനങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു മുഖ്യമന്ത്രി പദത്തിൻ്റെ അടിസ്ഥാന യോഗ്യത. ആ യോഗ്യത സഖാവ് അച്യുതമേനോന് ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ രാഷ്ട്രീയം കൊണ്ട് ഈ 7 വർഷത്തെ ഭരണത്തിൽ ഉണ്ടായിരുന്നില്ല. അത് ജനാധിപത്യ വിശ്വാസികൾക്കും, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ, അദ്ദേഹം അരിവാൾ ചുറ്റിക അല്ലെങ്കിൽ ചെങ്കൊടിയുടെ ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് മുഖ്യമന്ത്രി ആയത് എന്നുള്ളത് അതിൻ്റെ ഒരു ദൗർഭാഗ്യത്തിൻ്റെ കൂടി കാര്യമാണ്. കാരണം മുഖ്യമന്ത്രിയായി ഞാൻ അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല. ശ്രീ കരുണാകരൻ തന്നെയായിരുന്നു കേരളത്തിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്നത്. ആ അർത്ഥത്തിൽ ജനങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ ഞാൻ മാനിക്കുന്നു. അതാണല്ലോ ജനാധിപത്യവാദിയുടെ. CP നായരുടെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ അതും അങ്ങനെ ഇരിക്കട്ടെ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ അനുഭാവിയായി സഖാവ് അച്യുതമേനോനെ എൻ്റെ കുടുംബ സുഹൃത്തായ, അതാണ് ആ കുടുംബമായിട്ടുള്ള എൻ്റെ ബന്ധം, അദ്ദേഹം ഇഷ്ടപ്പെടുകയില്ല ഈ വാഴ്ത്തൽ. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയായി അനുഭവിച്ച ആത്മസംഘർഷം സ്വന്തം പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. സ്വന്തം പാർട്ടിയുടെ തൊഴിലാളികളെ ജയിലിലിട്ടുകൊണ്ട് അവർക്ക് പുറത്ത് കൊണ്ടുവരാൻ കഴിയാത്തതിൻ്റെ ധർമ്മസങ്കടം അദ്ദേഹത്തിൻ്റെ പാർട്ടി സഖാക്കളോട് പറഞ്ഞിട്ടുണ്ട്. അതൊരു മധ്യവർഗ ഒരു പ്രതിച്ഛായയിൽ
എന്നെപ്പോലെ ഒരാൾക്ക് അത് എന്നോടുള്ള ചെയ്യുന്ന വഞ്ചനയായിരിക്കും. എൻ്റെ വിശ്വാസങ്ങളുടെയും എൻ്റെയും മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നില്ല. കരുണാകരൻ്റെയും അടിയന്തരാവസ്ഥയുടെയും ഒരു തടവിലാക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. ശ്രീ കെ വി തോമസ്, കോൺഗ്രസ് ആംഗിളിൽ പക്ഷേ സഖ്യകക്ഷി സർക്കാർ ഏറ്റവും സുഗമമായി മുന്നോട്ട് പോയത് അച്യുതമേനോൻ ഭരണകാലത്തായിരുന്നു. കോൺഗ്രസ് അതിൻ്റെ ഉള്ളിൽ ചർച്ച നടത്തുന്നു, CPI അതിൻ്റെ ഉള്ളിൽ ചർച്ച നടത്തുന്നു, ഇതിൻ്റെ എല്ലാം പോഷക സംഘടനകൾ വേറെ ചർച്ച നടത്തുന്നു. അവസാനം മുന്നണി യോഗത്തിൽ തീർപ്പുണ്ടാവുകയും നയപരമായ ഗൈഡൻസ് മന്ത്രിസഭയ്ക്ക് നൽകുകയും അവസാനം മന്ത്രിസഭയിൽ കൂലങ്കഷമായ ചർച്ച നടത്തി ഒടുവിൽ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു എന്ന് വരുമ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭരണപരമായ കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിച്ചത് ആ മന്ത്രിസഭയായിരുന്നു. എങ്ങനെ കാണുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്നും C അച്യുതമേനോനിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിന് ദിശാബോധം നൽകിയ ഏറ്റവും നല്ല മുഖ്യമന്ത്രി അച്യുതമേനോൻ തന്നെയായിരുന്നു? അദ്ദേഹം നല്ല ഒരു മുഖ്യമന്ത്രിയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഒരു മുന്നണി സംവിധാനത്തെ, അതും രാഷ്ട്രീയമായി വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ള കോൺഗ്രസും CPM ഉൾപ്പെടെയുള്ള വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മുന്നണിയെ അദ്ദേഹം സുഗമമായി കൊണ്ടുപോയി. പക്ഷേ ഒരു കമ്പാരിസൺ വെച്ചാൽ EMS മുതൽ ആദ്യത്തെ മുഖ്യമന്ത്രി EMS മുതൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വരെ നോക്കിയാൽ ഒരു ഭരണാധികാരി, ശക്തനായ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ഞാൻ മാധവൻകുട്ടിയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നത് ശ്രീ K കരുണാകരനാണ്. ഇന്ന് കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ നമുക്ക് സിഗ്നിഫിക്കൻ്റായിട്ട് കാണാവുന്ന, അത് നെടുമ്പാശ്ശേരി എയർപോർട്ടാണെങ്കിലും വല്ലാർപാടം പൈപ്പിന് ദ്വീപ് സമൂഹത്തിലെ പ്രവർത്തനങ്ങളാണെങ്കിലും അതുപോലെ ജവഹർലാൽ നെഹ്റു അന്തർദേശീയ സ്റ്റേഡിയങ്ങൾ, ഒത്തിരി കാര്യങ്ങളിൽ കരുണാകരൻ്റെ ഒരു ടച്ചുണ്ട്. ആ ടച്ച് അച്യുതമേനോനുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ കാണത്തില്ല. പക്ഷേ അത് നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു സഖാവ് വേലപ്പനുണ്ടായിരുന്നു, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നല്ലൊരു പ്രവർത്തകൻ. ആ വേലപ്പന് TB വന്നപ്പോൾ കുമ്പളങ്ങിയിൽ വന്ന് കാറിന് വന്ന് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നതിന് ആദ്യമായിട്ട് കാണുന്ന അച്യുതമേനോനെ കാണാൻ അവിടെ വെച്ചാൽ എൻ്റെ ചെറുപ്പത്തിൽ. അപ്പോൾ നല്ലൊരു മനുഷ്യൻ. അദ്ദേഹത്തിനെതിരായിട്ട് ആരോപണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും അന്നത്തെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് അത് കുറേ കൂടി ശക്തനായിരുന്ന അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീ K കരുണാകരൻ. പക്ഷേ ഒരു മുന്നണി സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വികസന കാര്യങ്ങളിലൊക്കെ നമ്മുടെ ഇന്നത്തെ കാണുന്ന ഇലക്ട്രോണിക് യുഗങ്ങളുടെ കാര്യത്തിലൊക്കെ അദ്ദേഹം സംഭാവനയുണ്ട്. പക്ഷെ ഒരു കമ്പാരിസൺ ചെയ്ത് നോക്കിയാൽ കരുണാകരനെ പോലെ നമുക്ക് ഒരു ടച്ച്, ഭരണരംഗത്ത് ഒരു കരുണാകരൻ ടച്ചുണ്ട് എന്നെപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. സാമൂഹിക സേവന രംഗത്ത് മികവ് പുലർത്തിയവരെ ആദരിക്കുന്ന റിപ്പോർട്ടർ സോഷ്യൽ ഇമ്പാക്ട് പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനം. വരും തലമുറയെ മാതൃകാപരമായി വളർത്തിയെടുക്കുന്നവർക്കുള്ള റിപ്പോർട്ടർ ഇൻസൈറ്റ് പ്രൈസ് ഫോർ എഡ്യൂക്കേഷൻ അർഹമായത് ഫൈസൽ ആൻഡ് ഷബാന ഫൗണ്ടേഷനാണ്. കോഴിക്കോട് നടക്കാവ് സർക്കാർ സ്കൂളിൻ്റെ ഉദ്ഘാടനത്തിനായി 15 കോടി രൂപയാണ് ദുബായ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ ഫൗണ്ടേഷൻ നൽകിയത്. ദുബായ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഫൈസൽ ആൻഡ് ഷബാന ഫൗണ്ടേഷൻ കോഴിക്കോട് നടക്കാവിലെ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി. 15 കോടി രൂപയാണ് ഒരു സർക്കാർ സ്കൂളിൻ്റെ ഉദ്ഘാടനത്തിനായി ഫൈസൽ ആൻഡ് ഷബാന ഫൗണ്ടേഷൻ നൽകിയത്. പ്രാദേശിക തലത്തിലുള്ള സർക്കാർ സ്കൂളുകളുടെ ഉദ്ഘാടനം ലക്ഷ്യമിട്ട് കോഴിക്കോട് നോർത്ത് MLA A പ്രദീപ് കുമാർ ആവിഷ്കരിച്ച പ്രസം പദ്ധതിക്ക് പിന്നിലെ ചാലകശക്തിയാണ് ഫൈസൽ ആൻഡ് ഷബാന ഫൗണ്ടേഷൻ. പ്രസം പദ്ധതിയുടെ വിജയത്തോടെ സർക്കാർ സ്കൂളുകളുടെ നിലവാരമുയർത്തുന്ന പദ്ധതി ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഫൈസൽ ആൻഡ് ഷബാന ഫൗണ്ടേഷൻ. ഇതിൻ്റെ ആദ്യപടിയാണ് ഫൈസൽ ആൻഡ് ഷബാന ഫൗണ്ടേഷൻ പ്രഖ്യാപിച്ചിരിക്കുന്ന 100 സ്കൂൾ വികസന പദ്ധതി. പ്രസം പദ്ധതി സംസ്ഥാന വ്യാപക പദ്ധതിയാക്കാനായി സർക്കാരുമായി ചർച്ചയിലാണ് ഫൗണ്ടേഷൻ. പരാധീനതകളിൽ വലഞ്ഞ ഒരു സർക്കാർ സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലെത്തിക്കുക എന്ന സ്വപ്നം സാധ്യമാക്കിയതിലൂടെ കേരളത്തിലെ സർക്കാർ മേഖലാ വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിപ്പ് സൃഷ്ടിക്കുന്ന ഇടപെടലാണ് ഫൈസൽ ആൻഡ് ഷബാന ഫൗണ്ടേഷൻ നടത്തിയത്. റിപ്പോർട്ടർ ജനനായക പുരസ്കാരത്തിൽ മികച്ച ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രഖ്യാപിക്കുകയാണ്. കേരളത്തിലെ MLA-മാരിൽ നിന്ന് ജനങ്ങളുടെ വോട്ടെടുപ്പിലൂടെ മുന്നിലെത്തിയത് 10 പേരാണ്. ഈ 10 പേരിൽ നിന്ന് മികച്ച MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ TM തോമസ് ഐസക്.
പാർലമെന്ററി പ്രവർത്തനത്തിലെ ഇടപെടലുകൾക്ക് പുറമെ മണ്ഡലത്തിലെ ഓരോ കുടുംബത്തെയും സാമൂഹികമായും ആരോഗ്യപരമായും സുരക്ഷിതമാക്കാൻ നടത്തിയ പ്രവർത്തനങ്ങളാണ് ഡോക്ടർ തോമസ് ഐസക്കിനെ മുന്നിലെത്തിച്ചത്. ദീർഘദർശിയും ദാർശനികനുമായ ജനപ്രതിനിധി, നിയമസഭയ്ക്കകത്തും പുറത്തും തോമസ് ഐസക് തൻ്റെ ധിഷണയും പ്രതിഭയും മാതൃകാപരമാക്കി. മന്ത്രിയായും MLA ആയുമൊക്കെ പാർലമെന്ററി രംഗത്ത് വർഷങ്ങളുടെ അനുഭവ പരിചയമുള്ള തോമസ് ഐസക്കിൻ്റെ പൊതുപ്രവർത്തനം സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള അപാരമായ അറിവിൻ്റെ സ്പർശമുള്ളതാണ്. ആലപ്പുഴയിലെ നിർമ്മല നഗരം പദ്ധതിയാണ് തോമസ് ഐസക്കിൻ്റെ സമകാലിക പ്രവർത്തനങ്ങളിൽ എടുത്തുകാട്ടാവുന്ന ഒന്ന്. വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണമെന്ന ഭാവനാപൂർണമായ പദ്ധതിയാണ് നിർമ്മല നഗരം. ഒരു മാലിന്യ സംസ്കരണ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കി കൈയൊഴിയുന്നതിന് പകരം ആ പദ്ധതി വരും കാലത്തും നിലനിൽക്കും വിധം നാളത്തെ തലമുറയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടത്തി എന്നത് തോമസ് ഐസക്കിൻ്റെ ദീർഘദർശിത്വത്തെ അടിവരയിട്ടുറപ്പിക്കുന്നു. പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല തോമസ് ഐസക് MLAയുടെ പ്രവർത്തനങ്ങൾ. ആലപ്പുഴയിൽ മാലിന്യരംഗത്ത് പരീക്ഷിച്ചു വിജയിച്ച പല രീതികളും തിരുവനന്തപുരത്തേക്കും തോമസ് ഐസക് എത്തിച്ചു. കൃഷിയിലെ കഞ്ഞിക്കുഴി മാതൃകയാണ് തോമസ് ഐസക് ഏറ്റെടുത്ത് നടപ്പാക്കി പ്രചരിപ്പിച്ച മറ്റൊരു ശ്രദ്ധേയ പദ്ധതി. ജൈവ കൃഷിയുടെ മുന്നണി പോരാളിയായി ഐസക് നിലയുറപ്പിച്ചു. എല്ലാ വീടുകളിലും ഓരോ പച്ചക്കറിത്തോട്ടമെന്ന ഹരിതസുന്ദര സ്വപ്നം ഏറെക്കുറെ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. തോമസ് ഐസക് വിഭാവനം ചെയ്ത് നടപ്പാക്കിയ ഉറവിട മാലിന്യ സംസ്കരണം പോലെയുള്ള പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമേറ്റെടുത്ത് സംസ്ഥാനമെങ്ങും പ്രചാരണ പരിപാടിയാക്കുന്ന കാഴ്ചയും കേരളം കണ്ടു. തീരദേശ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി തോമസ് ഐസക് ആവിഷ്കരിച്ച പ്രതിഭാതീരം പദ്ധതിയും ശ്രദ്ധേയമായി. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ ലക്ഷ്യമിട്ട് ഗ്രന്ഥശാലകളും പഠന ക്ലബ്ബുകളും സ്ഥാപിച്ചതും തോമസ് ഐസക്കിൻ്റെ ജനക്ഷേമ പദ്ധതികളിൽ മികവുറ്റതാണ്. ജനാധിപത്യം, വികസനം, ജനകീയാസൂത്രണം തുടങ്ങി നിരവധി വിഷയങ്ങളിൽ നടത്തിയ അന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തൻ്റെ കർമ്മപഥം രൂപപ്പെടുന്നത് എന്നതിൻ്റെ സാക്ഷ്യങ്ങളായി നിരവധി പുസ്തകങ്ങൾ ഐസക് രചിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വികസന ചരിത്രത്തിൽ നാഴികക്കല്ലായ വികേന്ദ്രീകരണ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്ന തോമസ് ഐസക് തത്വജ്ഞാനിയായ സാമാജികനാണ്. സാമാജികരിലെ തത്വജ്ഞാനി. ശ്രീ കെ വി തോമസ്, ഒരു പാർലമെന്റേറിയനുള്ള എല്ലാ ഗുണവും തോമസ് ഐസക്കിനുണ്ടോ? ശ്രീ കെ വി തോമസ്. അഡ്വക്കേറ്റ് ജയശങ്കർ എങ്ങനെ കാണുന്നു തോമസ് ഐസക്കിനെ? തീർച്ചയായിട്ടും അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു മന്ത്രിയായിരുന്നു. അതുപോലെ വളരെ മികച്ച ഒരു പാർലമെൻറ്റേറിയനാണ്. ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു നിയമസഭാ സാമാജികനാണ്. തീർച്ചയായിട്ടും അർഹിക്കുന്ന ഒരു അംഗീകാരം തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് എന്ന് ഞാൻ പറയും. നമ്മുടെ സാധാരണ MLA-മാരുടെ ഒരു നിലവാരത്തിൽപ്പെട്ട ആളെയല്ല അദ്ദേഹം. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആർക്കും അദ്ദേഹത്തെക്കുറിച്ച് ആദരവോടുകൂടി അല്ലാതെ ചിന്തിക്കാനോ സംസാരിക്കാനോ സാധിക്കില്ല. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അദ്ദേഹം വേറൊരു ഡിഫറൻറ്റ് സ്പീഷീസിൽപ്പെട്ട ആളാണ്. നമ്മുടെ സാധാരണ MLA-മാരുടെ വിഭാഗത്തിലേ പെട്ട ഒരു വ്യക്തിയല്ല അദ്ദേഹം. നമ്മൾ ചൊവ്വയിൽ നിന്നോ യുറാനസിൽ നിന്നൊക്കെ വന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല അല്ലേ? എന്തോ മാധവൻകുട്ടിക്ക് ചിരി വരികയാണ്. ഞാൻ സത്യമാണ് പറഞ്ഞത്. ഡോക്ടർ തോമസ് ഐസക്കിനെ നമ്മൾ സാധാരണ അൻവർ സാദത്ത് MLA-യോടോ അല്ലെങ്കിൽ സാജു പോൾ MLA-യോടോ ജോസ് തെറ്റേൽ MLA-യോടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം വേറെ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം ദാർശനികൻ എന്ന് പറഞ്ഞാൽ പോരാ, അതിനേക്കാളും മാത്രമല്ല ഒരു പൈസയുടെ അഴിമതി ഇല്ലാത്ത ആളാണ്. ഒരു സ്വാർത്ഥതയില്ലാത്ത ആളാണ്. അദ്ദേഹത്തിന് ബാങ്ക് അക്കൗണ്ട് ഇല്ല, സ്വന്തമായിട്ട് വീടില്ല. അങ്ങനത്തെ ഒരാളെ നമുക്ക് ഇന്നത്തെ കാലത്ത് സങ്കല്പിക്കാൻ പറ്റില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ യോഗ്യത എന്താണ്? അദ്ദേഹം എത്രയോ വലിയ പണ്ഡിതനാണ്. വേണമെങ്കിൽ ഏതൊക്കെ നിലയിൽ അദ്ദേഹത്തിന് എത്താമായിരുന്നു. ഞാൻ പറഞ്ഞത് വളരെ വേറെ ഈ ബിലോങ്സ് ടു എ ഡിഫറെൻറ്റ് സ്പീഷീസ്. അതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ശ്രീ കെ വി തോമസ് ചോദ്യം ആവർത്തിക്കുന്നു. ഒരു MLA, ഏറ്റവും മികച്ച MLA, കേരള നിയമസഭയിലെ ഏറ്റവും മികച്ച MLA എന്നാണ്. ഈ തെരഞ്ഞെടുപ്പ് നേരത്തെ പറഞ്ഞതുപോലെ ആളുകളിൽ നിന്ന് SMS വഴിയും ഓൺലൈൻ വഴിയും ഒക്കെ അഭിപ്രായങ്ങൾ തേടി അവസാനം ജൂറിയിൽ സമർപ്പിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ A. പ്രദീപ് കുമാറുണ്ട്, PC വിഷ്ണുനാഥുണ്ട്, VT ബൽറാമുണ്ട്. അങ്ങനെ ഒരു 10 MLA-മാരെങ്കിലും ഏറ്റവും മികച്ചവരെന്ന് പറഞ്ഞ് നമുക്ക് ജൂറിക്ക് മുന്നിൽ അവതരിപ്പിക്കാനുണ്ടായിരുന്നു. പക്ഷെ അവരിൽ തോമസ് ഐസക്കാണ് ഏറ്റവും മികച്ച MLA ആയത്. ആണോ?
കേരള നിയമസഭയിലെ ഏറ്റവും മികച്ച MLA തോമസ് ഐസക്കാണോ? ഏറ്റവും മികച്ചത് എന്ന് നമുക്ക് പ്രത്യേകിച്ച് ആരെക്കുറിച്ചും പറയാൻ കഴിയില്ല. എല്ലാവരും മികച്ച ആളുകളാണ്. തോമസ് ഐസക്ക് നല്ലൊരു MLA ആണ്. അദ്ദേഹം ഞാൻ ഫിഷറീസ് മന്ത്രിയായിരുന്ന, ടൂറിസം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽ പോവുകയും അദ്ദേഹത്തിൻ്റെ തനതായ ധാരാളം വികസന പ്രവർത്തനം കാണുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രത്യേകമായി എനിക്ക് തോന്നിയത് അവിടെ ജലാശയങ്ങൾ, കുളം, തോട്, ഇതൊക്കെ മത്സ്യബന്ധനത്തിന് വേണ്ടി ആധുനിക രീതിയിൽ സജ്ജമാക്കിയ ധാരാളം പ്രവർത്തനം 3-4 പ്രാവശ്യം ഞാൻ അവിടെ പോയത് കാണുകയുണ്ടായി. അതുപോലെ അദ്ദേഹം ഈ വിഷരഹിതമായ പച്ചക്കറികൾ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി ധാരാളം പച്ചക്കറികൾ ഉണ്ടാക്കി അത് അവിടെ നമ്മുടെ ദേശീയപാതയുടെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് വിൽക്കുന്ന ധാരാളം സംവിധാനങ്ങൾ ഞാൻ അദ്ദേഹത്തിന് കണ്ടിട്ടുണ്ട്. അങ്ങനെ ധാരാളം വികസനങ്ങളുടെ കാര്യത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് ശ്രീ തോമസ് ഐസക്ക്. അദ്ദേഹം ഒരു ധനകാര്യമന്ത്രി എന്ന നിലയിൽ ശ്രദ്ധ നേടിയ ഒരു ധനകാര്യമന്ത്രി കൂടിയായിരുന്നു. രാഷ്ട്രീയമായി ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായെങ്കിലും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, ജനനായകൻ എന്ന നിലയിൽ തൻ്റെ നിയോജകമണ്ഡലം നോക്കുന്ന കാര്യത്തിൽ വളരെ വ്യത്യസ്തനായ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ അവിടുത്തെ പ്രധാന ടൂറിസവുമായി ബന്ധപ്പെട്ട ധാരാളം പ്രോജക്റ്റുകൾ ഞാൻ അദ്ദേഹത്തിനൊപ്പം പോയി കണ്ടിട്ടുണ്ട്. ഇന്ന് ആ പ്രദേശത്തിൻ്റെയൊക്കെ, ഇപ്പോൾ പുതിയത് ആലപ്പുഴയാണ് അദ്ദേഹത്തിൻ്റെ, ആ പ്രദേശത്തിൻ്റെയൊക്കെ ഒരു വികസന കാര്യത്തിൽ തനതായ സംഭാവന, തനതായ പ്രത്യേകത നമുക്ക് പ്രത്യേകിച്ച് കാണാൻ കഴിയും. അദ്ദേഹം നല്ല ഒരു MLA ആണ്. എനിക്ക് പറയാനുള്ളത്, അമിത പ്രശംസയും അതിവാദവും കൊണ്ട് സഖാവ് തോമസ് ഐസക്കിനെ നിങ്ങൾ അലങ്കരിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ പറഞ്ഞ പോലെ തത്വജ്ഞാനി ഐസക്ക് തത്വജ്ഞാനിയൊന്നുമല്ല. എന്തടിസ്ഥാനത്തിലാണ് തത്വജ്ഞാനം നിങ്ങൾ മനസ്സിലാക്കുന്നത്? ദർശനം. ഐസക്ക് ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആണെന്ന് സ്വയം പ്രഖ്യാപിച്ച് അതിൻ്റെ പ്രയോഗത്തിൽ ചിന്ത കൊണ്ടുവരുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതിനപ്പുറം വീണ്ടും ഈ മധ്യവർഗത്തിൻ്റെയും ഈ ചാനലുകളുടെയും പത്രവാർത്തയുടെയും ഒക്കെ അടിസ്ഥാനത്തിലുള്ള ഈ പുണ്യാളന്മാരെയൊക്കെ സൃഷ്ടിക്കുന്ന കേരളത്തിൽ വിശുദ്ധരെ പ്രഖ്യാപിക്കുന്ന പോലെ, താരങ്ങളെ നിർമ്മിക്കുന്ന പോലെ, അങ്ങനെ ഒരു താരവൽക്കരണത്തിനും ഇത്തരത്തിലുള്ളൊരു വ്യക്തിപരമായിട്ടുള്ള ഈ അമിത പ്രശംസയിലൂടെയും അതിവാദത്തിലൂടെയും ഒരു ചിന്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ്, അതാണ് പ്രധാനം. നിങ്ങൾ സ്പർശിക്കാതെ പോയൊരു കാര്യം, മാർക്സിസം ലെനിനിസവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ആഗോള തലത്തിൽ തന്നെ വഴി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സൃഷ്ടിച്ച അടിത്തറയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ചിന്ത ഉപയോഗിച്ച കമ്മ്യൂണിസ്റ്റുകാർ. അത് പറയാതെ അദ്ദേഹം അമാനുഷനാണ്, ചൊവ്വയിൽ നിന്ന് പൊട്ടി വീഴയാളാണ്, അല്ലെങ്കിൽ ചാവറാച്ചനെ പോലെ വിശുദ്ധനാക്കേണ്ട രീതിയിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോടും തികച്ചും യോജിക്കുന്നതല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സഖാവും സുഹൃത്തുമെന്ന് വിശ്വസിക്കുന്ന എനിക്ക് പറയാനുള്ളത്. പരിസ്ഥിതി രംഗത്തെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്കുള്ള റിപ്പോർട്ടർ ഗോ ഗ്രീൻ പ്രൈസ് ഫോർ എൻവയോൺമെൻറ്റിന് അർഹമായത് ആറന്മുള സമരസമിതിയാണ്. വിമാനത്താവളത്തിനെതിരായ സമരം പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രചാരണം കൂടിയാക്കി മാറ്റുന്നതിൽ ആറന്മുള സമരസമിതി വിജയിച്ചു. കേരളത്തിൽ സമീപകാലത്ത് ലക്ഷ്യം കണ്ട അപൂർവം പരിസ്ഥിതി സമരങ്ങളിൽ ഒന്നിന് നേതൃത്വം നൽകിയതിനാണ് ഈ പുരസ്കാരം. വിമാനത്താവള വിരുദ്ധ സമരത്തിലൂടെ കേരളത്തിലെ പരിസ്ഥിതി സംരക്ഷണ പോരാട്ടങ്ങൾക്ക് ദിശാബോധം നൽകിയ സമരസമിതി, വികസനമെന്ന അപ്പകഷ്ണത്തിന് വേണ്ടി വരും തലമുറയുടെ ആവാസ വ്യവസ്ഥയെ അപകടത്തിലാക്കരുതെന്ന ഒരു നാടിൻ്റെ ബോധമായിരുന്നു ഈ സമരത്തിൻ്റെ ചാലകശക്തി. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ജനങ്ങളും ഈ സമരത്തിൽ സ്വമേധയാ അണിനിരക്കുന്നതും കേരളം കണ്ടു. കോർപ്പറേറ്റ് ശക്തികളെ ചെറുത്തു തോൽപ്പിക്കാൻ ജനകീയ പോരാട്ടങ്ങൾക്കാകുമെന്ന് കാട്ടിത്തന്ന സമരമായിരുന്നു ആറന്മുളയിലേത്. സമരത്തിൻ്റെ ആദ്യ ദിനം മുതൽ ചോരാത്ത സമരവീര്യവുമായി പോരാട്ടരംഗത്ത് പതറാതെ നിന്ന അപൂർവം സമരങ്ങളിലൊന്നുകൂടിയാണ് ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരം. ശ്രീ CP നായർ, മറ്റ് സമരങ്ങളിൽ നിന്ന് ആറന്മുള സമരം എങ്ങനെ വേറിട്ട് നിൽക്കുന്നു? ഇവിടെ സൂചിപ്പിച്ചതുപോലെ പരിസ്ഥിതി സംരക്ഷണമായിരുന്നു അടിസ്ഥാനപരമായ പരിഗണന. ആറന്മുള
കിടങ്ങന്നൂർ, മലപ്പുഴശ്ശേരി എന്ന ഏറ്റവും ഫലഭൂയിഷ്ഠമായ മധ്യ തിരുവിതാംകൂറിലെ 3 വില്ലേജുകളിലെ ആയിരക്കണക്കിന്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 1200 ഏക്കർ ഒന്നാന്തര നെൽപ്പാടമാണ് പരിസ്ഥിതി സംബന്ധമായ പരിഗണനകളും നിലവിലുള്ള നിയമവ്യവസ്ഥകളും തൃണവൽഗണിച്ചുകൊണ്ട് ഈ എൻ്റർപ്രൈസിന് വേണ്ടി പതിച്ചു കൊടുത്തത്. കേരള ലാൻഡ് കൺസർവൻസി, കേരള ഭൂസംരക്ഷണ നിയമം, കേരള ഭൂപരിഷ്കരണ നിയമം, തണ്ണീർത്തടങ്ങളും നീർത്തടങ്ങളും വയലുകളും നികത്തുന്നതിനെതിരായുള്ള നിയമം, ഇതെല്ലാം എങ്ങനെ എത്ര ലാഘവത്തോടു കൂടിയാണ് മാറി വന്ന ഗവൺമെൻറ്റുകൾ ലംഘിച്ച് ഈ വിമാനത്താവളത്തിന് അനുമതി നൽകിയത് എന്നുള്ളത് ധാർമ്മികമായ പ്രശ്നമാണ്, നിയമപരമായ പ്രശ്നം മാത്രമല്ല. തിരുവനന്തപുരത്തിനും എറണാകുളത്തിനും ഇടയ്ക്ക് ഇങ്ങനൊരു വിമാനത്താവളം വേണോ എന്നുള്ള സാങ്കേതിക പ്രശ്നമുണ്ട്. അപ്പോൾ ഇതെല്ലാം പിന്നെ ഇത്രയും ആറന്മുള ഒരു പൈതൃക ഗ്രാമമാണ്. ഒരു ഘട്ടത്തിൽ തിരുവാറന്മുളയപ്പൻ്റെ കൊടിമരവും തിരുവാറന്മുളയപ്പൻ്റെ ഗോപുരവും വരെ അപകടത്തിലായി എന്ന് ഞങ്ങൾ ധരിക്കേണ്ടി വന്നു. ഇതൊക്കെ ദുഷ്പ്രചരണമാണെന്ന് പിന്നീട് കമ്പനി പറഞ്ഞു എങ്കിൽ പോലും. അപ്പോൾ പരിസ്ഥിതിക്കെതിരായുള്ള സമരം, നിയമപരമായ സമരം, ജനങ്ങൾക്കെതിരെ വേണ്ടിയുള്ള സമരം, ഇതെല്ലാം കൂടെ ചേർന്നതാണ് ആറന്മുള ധർമ്മസമരം. ഇങ്ങനെ ഒരു സമരം കേരളത്തിന് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. യുണീക്ക് എന്ന ഇംഗ്ലീഷ് പദം ഉപയോഗിച്ച് മാത്രമേ ഈ സമരത്തെ വർണ്ണിക്കാനാവുള്ളൂ. അത് ആത്യന്തികമായ വിജയം നേടിയത് അവരുടെ സമരത്തിൻ്റെ തീവ്രത കൊണ്ട് മാത്രമല്ല, രാജ്യത്തെ ഏറ്റവും സമുന്നതമായ നീതിപീഠം ഈ പാരിസ്ഥിതിക ആഘാത അനുമതി ഇവർക്ക് ലഭിച്ചിട്ടുള്ളത് അതിന് യോഗ്യതയില്ലാത്ത ഒരു സ്ഥാപനമാണ് എന്ന് പോലും പ്രഖ്യാപിക്കേണ്ട ഘട്ടമുണ്ടായിട്ടുണ്ട്. ഇത് നിയമപരമായോ പരിസ്ഥിതിപരമായോ ഉള്ള ഒരു വിജയമല്ല, ഈശ്വരനിശ്ചയമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ആറന്മുള വിമാനത്താവളത്തിനെതിരായ ധർമ്മസമരത്തിന് അതിന് നേതൃത്വം നൽകിയ സമിതിയെ തിരഞ്ഞെടുത്തത് ഏറ്റവും സമുചിതമായ വസ്തുനിഷ്ഠമായ മാനദണ്ഡങ്ങൾ വെച്ചാണെങ്കിൽ പോലും ഏറ്റവും സ്വീകാര്യമായ ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരോഗ്യ സേവന രംഗത്തെ നിസ്തുല സംഭാവനയ്ക്കുള്ള ജനസേവക പ്രൈസ് ഫോർ ഹെൽത്ത് കെയറിൻ്റെ പ്രഖ്യാപനമാണിനി. ആരോഗ്യരംഗത്തെ അത്യപൂർവ മാതൃകയുമായി പുരസ്കാരത്തിന് അർഹമായത് പത്തനാപുരം ഗാന്ധി ഭവൻ. അനാഥമാക്കപ്പെട്ടവർക്ക് കരുതലും സ്നേഹവും നൽകാൻ ഒരിടം ഒരുക്കുക എന്ന പുനലൂർ സോമരാജന്റെ മഹത്തായ ലക്ഷ്യത്തിൽ നിന്നായിരുന്നു ഗാന്ധി ഭവന്റെ പിറവി. ഇന്ന് പത്തനാപുരം കുണ്ടയത്ത് കല്ലറയാറിൻ്റെ തീരത്തുള്ള ഗാന്ധി ഭവനിൽ 100ഓളം കുട്ടികൾ ഉൾപ്പെടെ 1000ഓളം അന്തേവാസികൾ ഒരു കുടുംബമായി കഴിയുന്നു. ഇതിൽ വൈകല്യങ്ങൾ സംഭവിച്ചവരും മാരക രോഗങ്ങൾ ബാധിച്ചവരും മാനസിക നില തെറ്റിയവരും പ്രായം അവശരാക്കിയവരും ജീവിതം വഴിമുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചവരുമൊക്കെ ഉൾപ്പെടുന്നു. ആശ്രയവും പരിചരണവും സ്നേഹവും ആവശ്യമുള്ളവരുടെ മുന്നിലെ പ്രകാശമാണ് ഇന്ന് ഗാന്ധി ഭവൻ. സാമ്പത്തിക പരിമിതികൾക്കിടയിലും സർക്കാരിൻ്റെ ഒരു സഹായവും സ്വീകരിക്കാതെ പരസ്പരം സ്നേഹിച്ചും പരിചരിച്ചും എല്ലാവരും ഒരേ മനസ്സോടെ ഗാന്ധി ഭവനിൽ കഴിയുന്നു. ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി ഗാന്ധി ഭവൻ സ്പെഷ്യൽ സ്കൂളും വൃദ്ധപരിചരണ നഴ്സിംഗ് കോഴ്സ് നടത്തുന്ന സ്റ്റഡി സെൻ്ററും ലഹരിക്കടിപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കസ്തൂർബാ ഭവനും ഉൾപ്പെടെ വിവിധ ഉദ്യമങ്ങൾ ഗാന്ധി ഭവന് കീഴിൽ പ്രവർത്തിക്കുന്നു. ഗാന്ധി ഭവൻ മികച്ച ആരോഗ്യ പ്രവർത്തനത്തിനുള്ള ജനനായക പുരസ്കാരം. അടുത്തത് മികച്ച മന്ത്രി. കേരളത്തിലെ ഭരണം നിയന്ത്രിക്കുന്ന മന്ത്രിമാരിൽ 4 പേരാണ് അന്തിമ പട്ടികയിലെത്തിയത്. തുറമുഖ എക്സൈസ് മന്ത്രി കെ ബാബു, പ്രവാസികാര്യമന്ത്രി കെ സി ജോസഫ്, സാമൂഹിക ക്ഷേമ മന്ത്രി ഡോക്ടർ എം കെ മുനീർ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നിവരായിരുന്നു അവർ. അവരിൽ നിന്ന് 2014 മികച്ച മന്ത്രിക്കുള്ള റിപ്പോർട്ടർ പുരസ്കാരത്തിന് അർഹമായത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നാലു പതിറ്റാണ്ട് പിന്നിട്ട രാഷ്ട്രീയ സഭയിൽ രമേശ് ചെന്നിത്തല ഒരുപോലെ പാർലമെന്ററി രംഗത്തും സംഘടനാ രംഗത്തും കരുത്തുറ്റ നേതൃസാന്നിധ്യമാണ്. 1989 പാർലമെന്റ് അംഗമായ രമേശ് ചെന്നിത്തല 2004 വരെ ദേശീയ രാഷ്ട്രീയ രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 2005 മുതൽ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷനായി പ്രവർത്തിച്ച രമേശ് 2014 ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റു. 11 മാസമെന്ന കുറഞ്ഞ കാലഘട്ടം കൊണ്ട് തന്നെ കേരളം കണ്ട മികച്ച ആഭ്യന്തരമന്ത്രി എന്ന പേര് രമേശ് നേടി. ബ്ലേഡ് മാഫിയയുടെ താണ്ഡവത്തിൽ കേരളം ചോരക്കളമാകാതെ കാക്കുന്നതിന് ആഭ്യന്തരമന്ത്രി ശക്തമായ ഇടപെടൽ നടത്തി. ഈ വർഷം മെയ്യിൽ തുടങ്ങിയ ഓപ്പറേഷൻ കുബേര എന്ന നടപടി കേരളത്തിൽ
ബ്ലേഡ് മാഫിയയുടെ വേരറുത്തു. മെയ് മുതൽ നവംബർ വരെയുള്ള കാലഘട്ടത്തിനിടെ 1800ഓളം പേരെ അറസ്റ്റ് ചെയ്യുകയും 4.5 കോടിയോളം രൂപ പിടിച്ചെടുക്കുകയും ചെയ്തു. കേരളത്തിൻ്റെ യുവചൈതന്യത്തെ കാർന്നു തിന്നുന്ന മയക്കുമരുന്ന് മാഫിയയെ അമർച്ച ചെയ്യാനുള്ള ശ്രദ്ധേയമായ നടപടിക്കും രമേശ് തുടക്കമിട്ടു. വിജിലൻസ് അഴിമതി വിരുദ്ധ ബ്യൂറോയുടെ പ്രവർത്തനങ്ങളിൽ ബാഹ്യമായ ഇടപെടലുകൾ അനുവദിക്കാതിരിക്കുക എന്നതടക്കമുള്ള സുധീരമായ നീക്കങ്ങൾ, രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് കരുത്തു നൽകും വിധമുള്ള നേതൃത്വം, കശ്മീർ പ്രളയത്തിൽ കുടുങ്ങി മരണത്തെ മുഖാമുഖം കണ്ട മലയാളികൾക്കായി നേരിട്ടിടപെട്ട് നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ, റോഡപകടങ്ങളിൽ പെടുന്നവരെ രക്ഷിക്കാൻ മുന്നോട്ട് വരുന്നതിന് സമൂഹത്തിന് ധൈര്യം നൽകുന്ന പരിഷ്കാരങ്ങൾ തുടങ്ങി രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിയുടെ ഭാവനാപൂർണമായ നടപടികൾ ഏറെയാണ്. ഇന്ത്യയിൽ ഭദ്രമായ ക്രമസമാധാന നിലയുള്ള സംസ്ഥാനങ്ങളിൽ കേരളം ഒന്നാമതാണെന്ന് ദേശീയ മാധ്യമങ്ങളെ കൊണ്ട് പറയിക്കാൻ ഈ കുറഞ്ഞ കാലം കൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞു. രമേശ് ചെന്നിത്തല നമ്മോടൊപ്പം. അഭിനന്ദനങ്ങൾ ശ്രീ രമേശ് ചെന്നിത്തല. എങ്ങനെ കാണുന്നു പുരസ്കാരം? വളരെയധികം സന്തോഷമുണ്ട്. റിപ്പോർട്ടർ ചാനലിലെ മികച്ച മന്ത്രി എന്നുള്ള നിലയിൽ എന്നെ തെരഞ്ഞെടുത്തതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ ഈ സമ്മാനം തീർച്ചയായിട്ടും കേരളത്തിലെ സാധാരണ പോലീസുകാർക്ക്, സാധാരണ ജനങ്ങൾക്കും ഞാൻ സമർപ്പിക്കുകയാണ്. കഴിഞ്ഞ ഈ ജനുവരി 1-ാം തീയതിയാണ് ഞാൻ 1 വർഷം പൂർത്തിയാക്കുന്നത് മന്ത്രി എന്നുള്ള നിലയിൽ. ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് കേരള പോലീസിനെ ജനപക്ഷത്ത് നിർത്താനാണ് ഞാൻ ശ്രമിച്ചത്. ജനങ്ങളുടെ മർദ്ദന ഉപകരണമല്ല പോലീസ്. ജനങ്ങളെ സേവിക്കുന്ന, സാമൂഹ്യ വിപത്തുകൾക്കെതിരെ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന സുശക്തമായ ഒരു സേനയാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞാൻ പ്രവർത്തിച്ചത്. പോലീസിനെ കാണുമ്പോൾ ജനങ്ങൾ പേടിക്കണ്ട. അവരുടെ ജീവിത പ്രശ്നങ്ങളും അവർ നേരിടുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെയും ഫലപ്രദമായി നേരിടാൻ കഴിയുന്ന ഒരു തരത്തിൽ സേനയെ മാറ്റുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പൂർണ്ണമായും അത് കഴിഞ്ഞൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു പരിധി വരെ ബ്ലേഡ് മാഫിയക്കെതിരെ, നമ്മുടെ സംസ്ഥാനത്തെ മയക്കുമരുന്ന് മാഫിയക്കെതിരെ, ആക്സിഡന്റുകൾക്കെതിരെ ഒക്കെ ശക്തമായി അതോടൊപ്പം തന്നെ അഴിമതിക്കെതിരായി ശക്തമായ നിലപാടുകൾ എടുക്കാൻ കഴിയുന്ന ഒരു സേനയാക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഒരു തുടക്കമാണ് ഞാൻ ആരംഭിച്ചിട്ടുള്ളത് എന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. റിപ്പോർട്ടർ ചാനൽ ഇങ്ങനെ ഒരു പരിശോധന നടത്തിയപ്പോൾ എന്നെ തെരഞ്ഞെടുത്തതിൽ എനിക്ക് സന്തോഷം. എല്ലാ അഭിനന്ദനങ്ങളും ഒരിക്കൽ കൂടി ശ്രീ രമേശ് ചെന്നിത്തല. ശ്രീ കെ വി തോമസ്, വളരെ കുറഞ്ഞ കാലയളവിലാണ് രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയായത്. വളരെ വേഗത്തിൽ അദ്ദേഹത്തിന് മികച്ച മന്ത്രിയായി ഉയരാൻ കഴിഞ്ഞതെങ്ങനെ? ശ്രീ രമേശ് അദ്ദേഹം കൈകാര്യം ചെയ്ത എല്ലാ രംഗങ്ങളിലും KSU പ്രവർത്തകൻ എന്ന നിലയിൽ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ, MP എന്ന നിലയിൽ, KPC പ്രസിഡന്റ് എന്ന നിലയിൽ, ഇപ്പോൾ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അഭിമാനകരമായ നേട്ടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹം സൗമ്യനാണ് എന്നെല്ലാവർക്കും അറിയാം. അതേ സന്ദർഭത്തിൽ അദ്ദേഹം തീരുമാനമെടുക്കുന്നതിൽ നിശ്ചയദാർഢ്യവും കണ്ടിട്ടുണ്ട്. ഞാനും ശ്രീ രമേശും കരുണാകരൻ്റെ ശിഷ്യന്മാരാണ്. കരുണാകരൻ്റെ ആ കഴിവുകൾ, അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ പലപ്പോഴും ഞങ്ങളെ ആകർഷിച്ചിട്ടുണ്ട്. തീർച്ചയായും ഒരു ഭാവിയുള്ള രാഷ്ട്രീയ നേതാവാണ് ശ്രീ രമേശ്. എങ്ങനെ കാണുന്നു ശ്രീ എൻ മാധവൻ? ഇവിടെ ശ്രീ രമേശിനെ കുറിച്ച് പറഞ്ഞ കുബേര, ഓപ്പോസിഷൻ കുബേര, അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ ക്യാമ്പയിൻ, ഇങ്ങനെ ക്യാമ്പയിൻ സ്വഭാവമുള്ള പ്രചരണപരമായ ഊന്നലുകളുള്ള പരിപാടികൾ രമേശ് നടത്തിയതിനോട് ഞാൻ യോജിക്കുന്നയാളാണ്. പക്ഷേ അതിൻ്റെയൊക്കെ സാമൂഹ്യവും സാമ്പത്തികവുമായി ഈ 8 കോടി പിടിച്ചെടുത്തു എന്നുള്ള രീതിയിൽ അങ്ങനെയല്ലല്ലോ കള്ളപ്പണത്തിൻ്റെയും അങ്ങനെയല്ലല്ലോ പലിശ വ്യവസ്ഥയുടെയും നിലനിൽപ്പ്. പക്ഷേ എങ്കിൽ പോലും അത് പ്രകടനപരമായി വേണമെങ്കിൽ വായിക്കാമെങ്കിലും തീർച്ചയായും നല്ല മുൻകൈകൾ തന്നെ. ഏതോ മയക്കുമരുന്നിനെതിരായിട്ടുള്ള ക്യാമ്പസിൻ്റെ പ്രവർത്തനങ്ങൾ. 2, പക്ഷേ മയക്കുമരുന്നിൻ്റെ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിന് കൊടുത്തിരുന്ന ഒരു ധ്വനി, അത് വിദ്യാർത്ഥി പ്രവർത്തനത്തെ പോലും ബാധിക്കുന്ന രീതിയിലുള്ള ഭരണകൂടത്തിൻ്റെ ഇടപെടലിലേക്ക് നീങ്ങുന്ന സൂചനകളുണ്ടായിരുന്നു. ശ്രദ്ധിക്കുകയാണെങ്കിൽ, രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവർക്ക്. ഇനി അത് പോട്ടെ, അതെല്ലാം മാറ്റി വയ്ക്കുകയാണെങ്കിൽ. പക്ഷേ 2 കാര്യങ്ങളിൽ
ഇതിന് അദ്ദേഹം അർഹനല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, RSS കേന്ദ്ര നേതൃത്വം പ്രത്യയശാസ്ത്രപരമായും ഭരണകൂടവും കൈകാളുന്ന കേരളത്തിൽ, കേന്ദ്രത്തിൽ RSSും മോഡിയും ഭരിക്കുമ്പോൾ കേരളത്തിലെ കാവി പടയ്ക്ക് ശക്തി കൊടുക്കുന്ന നയസമീപനമാണ് കേരളത്തിലെ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ വെറുതെ പറയുന്നത് ഒറ്റ ഉദാഹരണം, അത് പറയാനാണ് അനുവദിച്ചത്. അങ്ങനെ സംസാരിക്കാൻ ചാനലിൽ സാധിക്കുന്നുണ്ടല്ലോ. ഉദാഹരണം ഒന്ന്, പേയാട് എന്നൊരു സ്ഥലം, അവിടെ ഒരു സർക്കിൾ ഇൻസ്പെക്ടറുണ്ട്. മോദി വിജയിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതാക്കൾ അവിടുത്തെ അവരുടെ ഒരു പൊതു ചടങ്ങിന് ക്ഷണിച്ചപ്പോൾ ഞാൻ വരുന്നില്ല, നിങ്ങൾ വർഗീയ ശക്തിയാണെന്ന് പറഞ്ഞ് മാറി നിന്നു. മോഡി വിജയിച്ചതിന് ശേഷം അതേ സർക്കിൾ ഇൻസ്പെക്ടർ കാവി കൊടിയുടെ കീഴിൽ നിന്നുകൊണ്ട് ആ ചടങ്ങിൽ മുഖ്യാതിഥിയാണ്. ഇത് രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസഭയിൽ നടന്ന കാര്യമാണ്. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഇന്ന് സംഭവിക്കുന്നത് ശ്രീ രമേശ് ചെന്നിത്തല അറിഞ്ഞോ അറിയാതെയോ എന്ന് ഞാൻ പറയുകയാണ്. RSSൻ്റെയും അതിൻ്റെ മറ്റ് ബഹുജന സംഘടനകളുടെയും കയ്യൂക്കും അവരുടെ അധികാരശക്തിയും കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു സമീപനമാണ് കേരളത്തിൽ. എനിക്ക് നിരവധി കോഴിക്കോട് നിന്ന് ഉദാഹരണം തരാം, കാസർഗോഡ്. ഇത് രണ്ട് കാര്യങ്ങൾ. അതും ചുംബന സമരത്തോട് കേരളത്തിലെ പോലീസ് എടുത്ത നിലപാട് മൗലികമായി ഞാൻ വിയോജിക്കുന്നു. ഇത് രണ്ടും നയപരമായ മറ്റ് കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നതെല്ലാം പക്ഷേ എൻ്റെ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇടതുപക്ഷ മൂല്യങ്ങളുടെയും ഇന്ത്യയുടെ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സിനുണ്ടാകേണ്ട പങ്കിനെക്കുറിച്ചുള്ള ബോധ്യമുള്ള എനിക്ക് ശ്രീ രമേശ് ചെന്നിത്തല അതിവേഗം ഈ RSSനെ സഹായിക്കുന്ന ഒരു നയസമീപനം ഒഴിവാക്കണം, അതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണമെന്ന് ഞാൻ ഈ വേദിയിൽ ശ്രീ CP നായർ, കേരളത്തിൽ ഈ മന്ത്രിമാർക്കിടയിൽ ഒരു തെരഞ്ഞെടുപ്പ് വളരെ വേഗത്തിൽ സാധിക്കുന്നതാണോ? 20 പേരിൽ 21 പേരിൽ ഒരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് എത്ര കണ്ട് വിഷമം പിടിച്ച അല്ലെങ്കിൽ എളുപ്പമുള്ള പണിയായിരുന്നു ഇത്? ബുദ്ധിമുട്ടായിരുന്നു. നികേഷ് പറഞ്ഞ പോലെ 4 പേരെ ഷോർട്ട് ലിസ്റ്റ് വെച്ചതിൽ തന്നെ ഏറ്റവും മികച്ച മന്ത്രിയെ തിരഞ്ഞെടുക്കുക എളുപ്പമായിരുന്നില്ല. ഈ രമേശ് ചെന്നിത്തലയെ ഏറ്റവും മികച്ച മന്ത്രിയായി തിരഞ്ഞെടുക്കാനുള്ള കാരണം ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ 11 മാസമേ അദ്ദേഹം പിന്നിട്ടുള്ളൂ എങ്കിലും അദ്ദേഹം നേടിയ ശ്രദ്ധേയമായ പല നേട്ടങ്ങളുമാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ ശ്രീ K. കരുണാകരൻ്റെ ശിഷ്യൻ എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ആ കരുണാകരൻ ടച്ച്, കരുണാകര ശൈലി വളരെ വലിയൊരളവിൽ സ്വായത്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ശ്രീ കരുണാകരൻ്റെ സെക്രട്ടറിയായി 5 വർഷവും അദ്ദേഹത്തിൻ്റെ ഹോം സെക്രട്ടറിയായി 4 വർഷവും കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കഴിവ് എക്സിക്യൂട്ടീവ് എബിലിറ്റി എന്ന് പറയുന്ന പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവാണ്. 2, അദ്ദേഹത്തിൻ്റെ ഡിറ്റർമിനേഷൻ, നിശ്ചയദാർഢ്യമാണ്. 3, അദ്ദേഹം പോലീസ് നൽകിയ ദിശാബോധമാണ്. അപ്പോൾ പോലീസിന് ദിശാബോധവും നിശ്ചയദാർഢ്യവും തൻ്റെ ഇടവും എക്സിക്യൂട്ടീവ് എബിലിറ്റിയുമുള്ള ഒരു ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ പോലീസ് വളരെ വളരെ ദുർബലമായ ഒരു തീരുമാനമെടുക്കാൻ കഴിവില്ലാത്ത ഒരു സേനയായി മാറുന്നു. ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. രമേശിൻ്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞാൻ കാണുന്നത് ചില വ്യക്തമായ പരിപാടികളിലൂടെ, അത് പ്രചരണപരമാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ വളരെ എളുപ്പമാണ്, എങ്കിലും അദ്ദേഹം പോലീസിന് ഒരു ദിശാബോധം നൽകി, ഈ നേരത്തെ പറഞ്ഞ നിശ്ചയദാർഢ്യം നൽകി എന്നുള്ളതാണ്. ഈ ഓപ്പറേഷൻ കുബേര ഒന്നാണ്. ഇപ്പോൾ ഈ മാവോയിസ്റ്റുകൾക്കെതിരായി അദ്ദേഹം സ്വീകരിച്ചുള്ള നടപടി വേറൊന്നാണ്. പിന്നെ ഒന്ന്, പോലീസ് ജീവനക്കാരുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രീ കരുണാകരൻ കാണിച്ച പോലെ അതേ ഉത്കണ്ഠയും താല്പര്യവും അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ വലിയൊരു നേട്ടം ഞാൻ കാണുന്നത് വിജിലൻസിൻ്റെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിലാണ്. വളരെയേറെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുണ്ടായിട്ടും സാമുദായിക സമ്മർദ്ദങ്ങളുണ്ടായിട്ടും വ്യക്തിപരമായ ബന്ധങ്ങൾ ഉണ്ടായിട്ടും അതെല്ലാം മാറ്റിവെച്ച് കേരളത്തിൻ്റെ സിവിൽ സർവീസിൻ്റെ ചരിത്രത്തിൽ കണ്ട ഏറ്റവും വലിയ 2 അഴിമതിക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് 9 വർഷം ഈ രംഗത്തിരിക്കുകയും 2 വർഷം ചീഫ് സെക്രട്ടറി ആയിരിക്കുകയും ചെയ്ത് എനിക്ക് വളരെ ബഹുമാനത്തോടു കൂടി മാത്രമേ കാണാനൊക്കെ ഉള്ളൂ. ഇതൊക്കെയാണ് ഒരു ഏറ്റവും നല്ല മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നതും ആഭ്യന്തരമന്ത്രിയുടെ നിലയിൽ അസാമാന്യമായ നേട്ടങ്ങൾ കൈവരുത്തിയിട്ടുണ്ട് എന്ന് ഒരു മൂല്യനിർണ്ണയത്തിൽ സമിതി എത്തിച്ചേരാനുള്ള കാരണമായിട്ട് ഞാൻ കാണുന്നു. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. കേരളത്തിൽ എന്നതുപോലെ വിദേശത്തും ഒരു കേരളമുണ്ട്. വിദേശ മലയാളികളുടെ ആ വലിയ ലോകത്തെ ജനനായകനെയാണ് ഇനി പ്രഖ്യാപിക്കുന്നത്. വിദേശ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളിൽ ഫലപ്രദമായി ഇടപെടുകയും മാതൃകാപരമായി പ്രവർത്തിക്കുകയും ചെയ്തതിന് പ്രേക്ഷകരും വിദഗ്ധ സമിതിയും തെരഞ്ഞെടുത്തത് ഡോക്ടർ ഷംസീർ വയലിനെയാണ്. അബുദാബി VPS ഹെൽത്ത് കെയർ മാനേജിംഗ് ഡയറക്ടറാണ് ഡോക്ടർ ഷംസീർ വയൽ.
പ്രവാസി ഇന്ത്യക്കാർക്ക് വിദേശത്തിരുന്ന് വോട്ടവകാശം ഉറപ്പാക്കാൻ നിയമപോരാട്ടം നടത്തിയതിലൂടെയാണ് ഡോക്ടർ ഷംഷീർ വയലിൽ ആദരിക്കപ്പെടുന്നത്. പ്രവാസികൾക്ക് പുറമെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും സ്വന്തം നാട്ടിൽ വോട്ട് ചെയ്യാൻ അവസരമൊരുക്കണമെന്ന ആവശ്യവുമായി കോടതിയെ സമീപിച്ച് വിജയത്തിലേക്കെത്തി എന്നതാണ് ഷംഷീറിനെ വ്യത്യസ്തനാക്കുന്നത്. ഈ മേഖലയിലെ ഇടപെടലുകൾ പരിഗണിച്ച് അലിഗഡ് മുസ്ലിം സർവകലാശാല ഷംഷീറിനെ ഡോക്ടറേറ്റ് ബിരുദം നൽകി ആദരിച്ചു. ഈ ബഹുമതി കിട്ടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് ഷംഷീർ വയലിൽ. ആതുര സേവന രംഗത്തും നിസ്തുലമായ ഇടപെടലുകളാണ് ഷംഷീർ നടത്തിവരുന്നത്. UAE ആസ്ഥാനമായ VPS ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ ഡയറക്ടർ കൂടിയാണ് ഷംഷീർ വയലിൻ. ഷംഷീർ വയലിൻ മികച്ച പ്രവാസി ജനനായകൻ. മാലിന്യ കൂമ്പാരങ്ങളുടെ കേരളത്തിൽ മാതൃകാപരമായ പ്രവർത്തനത്തിനുള്ള അംഗീകാരത്തിന് അർഹമായത് ആറ്റിങ്ങൽ നഗരസഭയാണ്. മാലിന്യം നീക്കുന്നതിലും സംസ്കരിക്കുന്നതിലും ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് നടത്തിയ പ്രവർത്തനങ്ങളാണ് ആറ്റിങ്ങൽ നഗരസഭയെ മുന്നിലെത്തിച്ചത്. മാലിന്യ സംസ്കരണത്തിൽ കേരളത്തിനാകെ മാതൃകയായ നഗരസഭയാണ് ആറ്റിങ്ങൽ. ഒരു ദിവസം 1000 കിലോഗ്രാം മാലിന്യം സംസ്കരിക്കുന്ന വമ്പൻ ബയോഗ്യാസ് പ്ലാന്റുകൾ നഗരത്തിലെമ്പാടും സ്ഥാപിച്ചു. ഒരു ദിവസം 5 കിലോ മാലിന്യം സംസ്കരിക്കാൻ ശേഷിയുള്ള ചെറു ബയോഗ്യാസ് പ്ലാന്റുകൾ വീടുകളിൽ വിതരണം ചെയ്തു. ഓരോന്നിലും 8800 രൂപ വരുന്ന ചെറു ബയോഗ്യാസ് പ്ലാന്റുകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ ചെലവിന്റെ ഭൂരിഭാഗവും നഗരസഭ തന്നെ വഹിച്ചു. ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നുള്ള വാതകങ്ങൾ ഉപയോഗപ്രദമാക്കി അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ 1 ഏക്കർ ഭൂമിയിൽ ഭാവനാപൂർണമായ പദ്ധതിയും ആവിഷ്കരിച്ചു. മാലിന്യമെന്ന വലിയ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിൽ ആറ്റിങ്ങൽ നഗരസഭ ഏതാണ്ട് പൂർണ്ണമായും വിജയിച്ചു. ജനനായക പുരസ്കാരത്തിലേക്ക് വീണ്ടും സ്വാഗതം. പ്രേക്ഷകർ ഏറ്റവും സജീവമായ വോട്ടെടുപ്പിൽ പങ്കെടുത്ത റിപ്പോർട്ടർ ജനനായക പുരസ്കാരമാണ് ഇനി അവശേഷിക്കുന്നത്. പാർലമെന്ററി പ്രവർത്തനത്തിന് പുറത്ത് ജനങ്ങളെ സ്വാധീനിച്ച 4 നേതാക്കളും പ്രസ്ഥാനങ്ങളുമാണ് അന്തിമ പട്ടികയിലെത്തിയത്. VM സുധീരൻ, പാണക്കാട് ഹൈദരലി, ശിഹാബ് തങ്ങൾ, നിൽപ്പ് സമരത്തിന്റെ സംഘാടകർ, ചുംബന സമരത്തിന്റെ സംഘാടകർ എന്നിവരാണ് അന്തിമ പട്ടികയിലെത്തിയത്. 2014 ജനനായകനായി തെരഞ്ഞെടുക്കപ്പെട്ടത് VM സുധീരൻ. സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കരുത്താണ് VM സുധീരൻ എന്ന രാഷ്ട്രീയ പ്രവർത്തകനെ ജനനായകനാക്കുന്നത്. പതറാത്ത നിലപാടുകളും അടിയുറച്ച അഭിപ്രായങ്ങളുമാണ് സുധീരന്റെ വ്യക്തിത്വത്തിന്റെ സവിശേഷത. പരിസ്ഥിതി അടക്കമുള്ള വിഷയങ്ങളിൽ ജനനന്മ മാത്രം കണക്കിലെടുത്ത് നിസ്വാർത്ഥമായ നിലപാട് സുധീരൻ സ്വീകരിച്ചു. സ്വീകരിക്കുന്ന നിലപാടുകൾ സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന മാതൃകാപരമായ രീതിയും സുധീരനെ വ്യത്യസ്തനാക്കുന്നു. എതിർവാദങ്ങളെ തൻ്റെ നിലപാടുകൾക്കുള്ള ജനപിന്തുണയുടെ കരുത്തുകൊണ്ട് തിരുത്താൻ കഴിയുന്ന അപൂർവം ജനനേതാക്കളിൽ ഒരാളായ സുധീരൻ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷനാവുന്നത് അങ്ങേയറ്റം രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഘട്ടത്തിലൂടെ രാജ്യം കടന്നു പോകുമ്പോഴാണ്. സുധീരന്റെ നേതൃത്വത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ആ പ്രസ്ഥാനത്തിന് ദേശീയ തലത്തിൽ അഭിമാന ചിഹ്നമായി. ലഹരി വിരുദ്ധ പ്രവർത്തനത്തെ വൻ പ്രചരണമാക്കാനും സർക്കാരിനെ പ്രവൃത്തി പഥത്തിലെത്തിക്കാനും VM സുധീരന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിക്ക് കഴിഞ്ഞു. മദ്യനയം, ലഹരി വിരുദ്ധത, പരിസ്ഥിതി തുടങ്ങിയ വിഷയങ്ങളിൽ സുധീരൻ സ്വീകരിച്ച നിലപാടുകൾ കേരള രാഷ്ട്രീയത്തിൽ എക്കാലവും ചരിത്രപരമായി തുടരും. KPCC അധ്യക്ഷൻ VM സുധീരൻ ടെലിഫോൺ ലൈനിൽ. സുധീരൻ, അഭിനന്ദനങ്ങൾ. എങ്ങനെ കാണുന്നു ഈ പുരസ്കാരം? അല്ല മിസ്റ്റർ നികേഷ്, വളരെ സന്തോഷമുണ്ട്. റിപ്പോർട്ടർ ചാനലിന്റെ ഈ പുരസ്കാരം അതിന് അർഹനായി എന്നറിയുന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും പല പൊതുവിഷയങ്ങളിലും നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നു. നമുക്ക് നേരെ നല്ലത് പറയുന്നവരുണ്ടാകാം, വിമർശനം നടത്തുന്നവരുണ്ടാകാം. ഏതായാലും ആ കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ റിപ്പോർട്ടറിന്റെ ഈ പുരസ്കാരം ഇനിയും ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്നതിനുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. റിപ്പോർട്ടറിന്
അതിന്റെ ജഡ്ജിങ് കമ്മിറ്റിക്ക് എൻ്റെ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി ശ്രീ വി എം സുധീരൻ. അഡ്വക്കേറ്റ് ജയശങ്കർ. തീർച്ചയായിട്ടും വി എം സുധീരൻ കേരള രാഷ്ട്രീയത്തിലെ, പ്രത്യേകിച്ച് UDF രാഷ്ട്രീയത്തിലെ ഒറ്റപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ പോലെ അദ്ദേഹം മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്നലെ രാത്രി കൂടി പറഞ്ഞല്ലോ, അദ്ദേഹം ഒരു നിലപാടെടുക്കുന്നു, ആ നിലപാടിനോട് വിയോജിക്കുന്നവരാണ് എല്ലാവരും എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കും. അതിൻ്റെ ഫലപ്രാപ്തി എന്താകട്ടെ. ഒരു പക്ഷേ വി എം സുധീരൻ ഒരു പരാജയമാണ് എന്ന് പറയുന്നവരുണ്ടാകാം. പക്ഷേ അദ്ദേഹം ഒരു പരാജയമാണെങ്കിൽ തന്നെ ഒരു മഹത്തായ പരാജയമാണ് എന്ന് ഞാൻ പറയും. കാരണം പാർട്ടി കോൺഗ്രസ്സാണ്. ആ പാർട്ടിയുടെ ഒരു ഇന്നത്തെ അവസ്ഥ നമുക്കറിയാമല്ലോ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കോൺഗ്രസ് അല്ല, സോണിയാഗാന്ധി നയിക്കുന്ന ഒരു കോൺഗ്രസിൻ്റെ ഇന്ന് നമുക്ക് സങ്കല്പിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു നേതാവാണ്. ഒരു സ്വപ്രത്യയ സ്ഥൈര്യം, അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മേന്മ എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ റിപ്പോർട്ടർ ചാനലിനോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ജനനായക പുരസ്കാരം കൊടുക്കുമ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിക്ക് പ്രതിനായക പുരസ്കാരം കൂടി കൊടുക്കണം. കാരണം KP ഉമ്മർ ഉണ്ടെങ്കിലല്ലേ പ്രേം നസീറിന് ഒരു പരഭാഗ ശോഭ എന്ന് നമ്മൾ പറയില്ലേ, അത് ഉണ്ടാകുള്ളൂ. അപ്പോൾ ഉമ്മൻചാണ്ടി വില്ലനായിട്ടുണ്ടെങ്കിലേ ഇദ്ദേഹത്തിന് പ്രേം നസീർ ആകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തെ കൂടി നമ്മൾ അവാർഡ് കമ്മിറ്റിക്കാർ പരിഗണിക്കും എന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. ശ്രീ KV തോമസ്, ഇപ്പോൾ പരാജയപ്പെട്ട് നിൽക്കുകയാണ് വി എം സുധീരൻ. അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ കുറെ കൂടി വേഗതയോടുകൂടി ഉമ്മൻചാണ്ടി നടപ്പാക്കിയെങ്കിൽ പോലും അത് പ്രായോഗികമല്ല എന്ന് കണ്ട് തിരിഞ്ഞ് നടക്കുകയാണ് ഉമ്മൻചാണ്ടി. ആ ഘട്ടത്തിലും പ്രേക്ഷകർ വി എം സുധീരനെ ജനനായകനായി കാണുന്നു. ജനങ്ങൾക്കാണോ തെറ്റുന്നത്, അതോ ഉമ്മൻചാണ്ടിക്കാണോ? വി എം സുധീരൻ തികച്ചും വ്യത്യസ്തനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹം വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയും അതിൻ്റെ ഫലസമാപ്തിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. മദ്യ നിരോധനം അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. അതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ട്. അതേ സന്ദർഭത്തിൽ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ, പ്രത്യേകിച്ചൊരു മുന്നണി സംവിധാനത്തിൽ നിൽക്കുമ്പോൾ, ഉമ്മൻചാണ്ടിക്ക് അദ്ദേഹവും ഈ കാര്യത്തിലൊന്നും സുധീറിന് വ്യത്യസ്തമായ സമീപനമുള്ള ആളല്ല. പക്ഷേ ചില പ്രായോഗിക സമീപനങ്ങൾ എടുക്കേണ്ടി വരും. എന്നാലും കേരള ഗവൺമെൻറ്, കേരളത്തിലെ UDF വളരെ വിപ്ലവകരമായൊരു തീരുമാനമാണ് ഈ മദ്യനിരോധനത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മദ്യവർജനത്തിൻ്റെ കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ഈ ബാറുകളിൽ നിന്നും ലിക്കർ ഒഴിവാക്കിയത്, പ്രധാനപ്പെട്ട എല്ലാ ബാറുകളിൽ നിന്നും ലിക്കർ ഒഴിവാക്കിയത് ഇന്ത്യയിൽ തന്നെ ഒരു ചരിത്ര സംഭവമാണ്. ഇത് നിരോധിക്കപ്പെട്ട 100% നിരോധിക്കപ്പെട്ട ഗുജറാത്ത് ഉൾപ്പെടെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ അത് പരാജയമാണ്. ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ വെച്ച് കേരളത്തിൽ ഒരു പ്രായോഗിക സമീപനം മുഖ്യമന്ത്രി എടുക്കുന്നു. അതേ സന്ദർഭത്തിൽ ശ്രീ അദ്ദേഹത്തിന് ഒരു വ്യക്തമായ ഒരു പാതയിലൂടെ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നയിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഷിയൻ മാധവൻകുട്ടി, ഇന്നത്തെ നിലയിൽ സുധീരൻ വളരെ മുന്നോട്ട് പോകുന്നു തൻ്റെ ആശയങ്ങളുമായി എന്ന് നമുക്ക് പറയാനാവില്ലേ? നികേഷ്, ഇത് ഒരു തവണ ആദ്യത്തെ റൗണ്ടിൽ ശ്രീ സുധീരനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് വീണ്ടും ആവർത്തിക്കുകയാണ്. കേരളത്തിലെ പ്രതിച്ഛായ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതീകമാണ് സുധീരനെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അത് നിങ്ങളുടെ തോമസ് ഐസക്കിനെ കുറിച്ച് നിങ്ങൾ വാചാലമായപ്പോഴും VS അച്യുതാനന്ദൻ്റെ ജനസമ്മതിയെ വാഴ്ത്തിയപ്പോഴും ഇപ്പോൾ സുധീരൻ എന്ന വിഗ്രഹത്തെ സൃഷ്ടിക്കുമ്പോഴും എൻ്റെ അഭിപ്രായം ഇത് കാപട്യമാണെന്നാണ്. ഇതല്ല രാഷ്ട്രീയം. കോൺഗ്രസ് രാഷ്ട്രീയവും മദ്യവിരുദ്ധ രാഷ്ട്രീയത്തും എല്ലാം ഒരു പ്രക്രിയയാണ്. ഒരു പുണ്യാളൻ ഇറങ്ങി വന്ന് കോൺഗ്രസിൻ്റെ അണികളെ ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിയാത്ത, കേരളത്തിലെ ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിയാത്ത, സ്വന്തം പാർട്ടി നേതൃത്വത്തെ ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിയാത്ത ആൾ എത്രയെല്ലാം ആദർശം പറഞ്ഞാലും അത് യഥാർത്ഥത്തിൽ ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ മികവല്ല, അത് ഇകഴ്ത്തൽ തന്നെയാണ്. സുധീരൻ അതിൻ്റെ പ്രതീകമാണ്. എനിക്ക് വ്യക്തിപരമായി വളരെ വർഷങ്ങളായി അറിയുന്നതാണ്. ഈ പറയുന്ന രീതിയിൽ സ്വന്തം ഖദറുടുപ്പിൽ ചെളി പറ്റാതെ സംരക്ഷിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ ഗുണമല്ല എന്ന കേരളത്തിലെ നിരവധി സമരങ്ങളിലൂടെയും സഹനത്തിലൂടെയും വളർന്ന ഒരു സമൂഹം തിരിച്ചറിയേണ്ട സമയം ആയി. അതാണ് നിങ്ങൾ സുധീരനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ വ്യക്തിപരമായി. പക്ഷേ ഇത് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ഒരു തെറ്റായ പ്രതീകമാണ്. കാരണം അദ്ദേഹം ഈ പറയുന്നത്, ഞാൻ ചോദിക്കുന്നു, ഇന്നൊരു വൈപരീത്യമില്ലേ ഇത് നിങ്ങളുടെ റെക്കോർഡഡ് സ്റ്റേറ്റ്മെൻറ്റിൽ? ഇത് അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ കാര്യം
കേരളത്തിൻ്റെ മദ്യവിരുദ്ധ ആണെങ്കിൽ, ഞാൻ മദ്യവിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ അനുകൂലിക്കുന്നയാളല്ല, മദ്യവർജനത്തിൻ്റെ രാഷ്ട്രീയത്തിന് വേണ്ടി നിൽക്കുന്നയാൾ. എന്നാൽ ഇനി മദ്യനിരോധനത്തിൻ്റെയും മദ്യവിരുദ്ധതയുടെയും രാഷ്ട്രീയം ശ്രീ സുധീരന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ തന്നെ പറയാം, മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, മദ്യത്തിൻ്റെ വിപത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു ബലത്തിലേക്കാണ് അദ്ദേഹം ഈ കേരളത്തെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശ്രീ സുധീരൻ്റെ ഇനി ഒരു കാര്യം കൂടി, സുധീരൻ ആവശ്യമുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നു. ടോൾ സമരം, അദ്ദേഹം KPCC പ്രസിഡന്റ് ആവുന്നതിന് മുൻപ് കേരളത്തിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട ഓരോ സമരമുഖത്തും അദ്ദേഹത്തിൻ്റെ നയങ്ങളും സമീപനങ്ങളുമായി മുന്നോട്ട് വരാൻ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കും. ശ്രീ CP നായർ, സുധീരനിൽ ജൂറി കണ്ട മികവെന്താണ്? ഇവിടെ ശ്രീ ജയശങ്കറും ഒരു പരിധിവരെ മാധവൻകുട്ടി സൂചിപ്പിച്ച അതേ കാരണങ്ങൾ തന്നെയാണ്. പ്രായോഗിക രാഷ്ട്രീയം മാത്രം കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും അപ്രായോഗികമാണ്, അസ്വീകാര്യമാണ് എന്ന് എഴുതി തള്ളാവുന്നതാണ്. മദ്യനിരോധനത്തിൻ്റെ കാര്യത്തിലായാലും വ്യക്തിപരമായി ഞാൻ അതിൽ വലിയ വിശ്വാസമുള്ള ആളല്ല. ശ്രീ ഉദയഭാനുവിൻ്റെ കമ്മിറ്റിയുമായിട്ട് അടുത്ത് സഹകരിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഉദയഭാനു ഗാന്ധിയനല്ല എന്നാരും പറയില്ല, ആദർശനിഷ്ഠനല്ല എന്നാരും പറയില്ല. മദ്യനിരോധം വേണോ മദ്യവർജനം വേണോ എന്നുള്ള കാര്യത്തിൽ വളരെ ടെമ്പറൻസ്, ഇംഗ്ലീഷിൽ പറഞ്ഞ ടെമ്പറൻസ് വേണം എന്നുള്ള കാര്യത്തിൽ വളരെ സുദീർഘമായ ചർച്ച ആ വലിയ നേതാവുമായിട്ട് നടത്താൻ എനിക്കൊരു ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അവസാനം മദ്യനിരോധനം അപ്രായോഗികമാണ്, മദ്യവർജനം മാത്രമേ ഉള്ളൂ, ജനങ്ങളെ കുറേശ്ശെ അത് മാറ്റിക്കൊണ്ടുവരിക എന്ന് മാത്രമേ കരണീയമായിട്ടുള്ളൂ എന്ന് അദ്ദേഹം സമ്മതിച്ചു. ഗുജറാത്ത് മാത്രമല്ല, പല ലോകരാഷ്ട്രങ്ങളും ഇത് പരീക്ഷിച്ച് പരാജയപ്പെട്ടുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ പോലെ സുധീരൻ പരാജയമാണെന്നൊന്നും പറയാൻ ഞാൻ ഏതായാലും തയ്യാറില്ല. ആ പരാജയത്തിലുള്ള മാഹാത്മ്യം കണ്ടെത്താനും ഇറ്റ്സ് ടു ഏർലി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ മദ്യനിരോധനത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം കൺസിസ്റ്റൻ്റായിട്ട് സ്വീകരിച്ചിട്ടുള്ള ഏറ്റവും തത്വദീക്ഷയുള്ള ഏറ്റവും ആദർശ സുലഭനമായ നിലപാടുകൾ അദ്ദേഹത്തെ ജനനായക പദവിയിലേക്ക് ഉയർത്തിയെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അദ്ദേഹത്തെ ഏറ്റവും മികച്ച ജനനായകൻ എന്ന് തിരഞ്ഞെടുത്തതിൽ ജൂറിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്ന് സന്തോഷത്തോടും ചാരിതാർത്ഥ്യത്തോടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. CP നായർ, ഒപ്പം തന്നെ മാധവൻകുട്ടി, KV തോമസ്, അഡ്വക്കേറ്റ് ജയശങ്കർ, വളരെ നന്ദി ഈ ജനനായക പുരസ്കാര നേടിയവരെ വിലയിരുത്തിയതിന്. 2014 റിപ്പോർട്ടർ ജനനായക പുരസ്കാരം നാളെ വൈകിട്ട് 6 മണിക്ക് തിരുവനന്തപുരത്ത് വിതരണം ചെയ്യും. നിശാഗന്ധി ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ്. ഗവർണർ P സദാശിവം പുരസ്കാരം വിതരണം ചെയ്യും. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, സാമൂഹിക പ്രവർത്തക ദയാബായി തുടങ്ങിയവർ പങ്കെടുക്കും. എഡിറ്റേഴ്സ് അവർ അല്പസമയത്തിനകം.